പെണ്ണിറങ്ങിയില്ലേ? വകയിലെ ഏതോ ഒരു അമ്മാവൻ്റെ അലർച്ച ഉള്ളിലേക്ക് നന്നായി കേൾക്കാം. മണിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ഇന്ന് ഞാൻ ഇയാളെ 10 മിനിറ്റ് 50ാമത്തെ തവണ അയാൾ ചോദിക്കുന്നത്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറുന്നുണ്ട്. ആരൊക്കെയോ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതിനിടയിൽ മണി പാറുവിനെ നോക്കി പറഞ്ഞു, മണി പ്രതികരിക്കരുത്, ഇത് നിന്റെ കല്യാണമല്ലേ, അപ്പോൾ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ ആകാം. പക്ഷെ ഒന്നും ഓർക്കണം, ഇതെൻ്റെ കല്യാണം അല്ല, അപ്പം എനിക്ക് പ്രതികരിക്കാം. അങ്ങേറെ ഞാനിന്ന് സാരത്തൽ ഇടുപ്പിലും കുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന പാറുവിനെ കണ്ട് മണി വായും തുറന്ന് നിന്നുപോയി. പുറത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന പാറുവിനെ കണ്ട് ഗൗതം ഒന്ന് ഞെട്ടി. എൻ്റെ ഈശ്വര, അങ്ങേരുടെ എല്ലും തോലും ഒന്ന് എടുക്കുമല്ലോ. ആരാണ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇറങ്ങി വന്ന പാടെ അവളുടെ ചോദ്യം അതായിരുന്നു. ഗൗതം ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ പാറുവിൻ്റെ കൈ പിടിച്ചു. തീ ഉള്ളിപ്പോടി. പറയടോ, ആരാടെ ഇവിടെ ബഹളം വെച്ചത്? ആരാ ബഹളം വെച്ചതെന്ന്? പാറു സംഭവം വിട്ടില്ല. ഞാനാ. എന്താ, എന്ത് വേണം? ഒരമ്മാവൻ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. ഇങ്ങേർക്ക് യമലോകത്തേക്ക് പോകാൻ ഇത്ര ആക്രാന്തമോ? ഗൗതം മാത്രം അല്ല, അവിടെ കൂടി ഒരുവിധപ്പെട്ട എല്ലാവരുടെയും സംശയമാണിത്. അതങ്ങനെയേ വരൂ, അവർക്കറിയാവല്ലോ പാറുവിനെ. ഡോ, പെണ്ണിറങ്ങിയാൽ ഇവിടെ കാണാം, അല്ലാതെ ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കേണ്ട. ഇത് തിന്നുന്നത്ര എളുപ്പമല്ല, ആയുധം വെച്ചുള്ള കളിയാ. ഒരു പൊടിക്ക് മാറിയ ആൾ തന്നെ മാറിപ്പോകും. ഇനി കോൺസെൻട്രേഷൻ കളയരുത് കേട്ടതാ. ഇപ്പം പൊക്കോ. പാറു നൈസായിട്ട് ആളെ ഒഴിവാക്കി. അതിനൊരു കാരണമുണ്ട്. ആളുടെ കൊമ്പം മീശ പാറുവിനൊരു പേടി വെക്ക് വരുത്തിയിട്ടുണ്ട്. അത് തന്നെ. ആയുധമോ? നീ എന്താടേ മണിയെ കൊല്ലുകയാണോ? ദേ മനുഷ്യ, അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആയുധപൂജയ്ക്ക് പേനയും പുസ്തകമൊക്കെ വെക്കുന്നത് എന്തിനാ? ഇവിടുത്തെ ആയുധം എന്ന് വെച്ചാൽ മേക്കപ്പ് ഇടില്ലേ, ആ ബ്രഷ്. മനസ്സിലാക്കാൻ ബുദ്ധി വേണം. ഇങ്ങനൊരു ബുദ്ധിയില്ലാത്ത സാധനത്തിനാണല്ലോ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയതിൻ്റെ ഈശ്വര. ഓരോന്ന് പെറുക്കി പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന പാറുവിനെ കണ്ട് ഗൗതമൊന്നും മനസ്സിലാകാത്ത മട്ടിൽ നിന്നു. അല്ലെങ്കിൽ തന്നെ അവൾ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായ ചരിത്രമുണ്ടോ? അവൻ്റെ നൃത്തം കണ്ട് അമ്മാവൻ അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ അയാളെ നോക്കി നിളിച്ച്. സ്ഥിരമാണല്ലേ? അങ്ങയുടെ ചോദ്യം കേട്ട് ഗൗതം തല ചൊറിഞ്ഞുകൊണ്ട് വെളുക്കനെ ഒന്ന് ചിരിച്ച്. അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോഴേ തോന്നി. അങ്ങേരും ഒന്നിരിച്ചു. കൈകൂപ്പി അമ്പലനടയിൽ നിൽക്കുന്ന മണി അരികിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മണിയുടെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു. ഈശ്വര, ഇന്ന് വരെ നന്ദേട്ടനല്ലാതെ ഒന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. ജീവിതം എങ്ങനെയാവുമെന്നോ ഒന്നും ചിന്തിക്കാതെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പ്രാർത്ഥിച്ചത് നന്ദേട്ടന് വേണ്ടിയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്. ഒരായുസ് നിറഞ്ഞ സ്നേഹം ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മം എനിക്ക് നീ നൽകിയാലും എൻ്റെ പാതിയായി നന്ദനെ തന്നെ നൽകണേ. വേറൊരു പ്രാർത്ഥനയും ഇല്ല. നീ ഒരുമിപ്പിക്കുന്നവരെ പിരിക്കാതിരിക്കണേ. അവളുടെ കണ്ണുകൾ ചെറുതിലെ നനഞ്ഞിരുന്നു. ഉള്ളിൽ നിറയെ അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു. പൂവിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന വണ്ടിനെ പോലെ അവളുടെ മനസ്സും നന്ദൻ എന്ന ഒറ്റക്കോണിൽ ഒതുങ്ങിപ്പോയി. അവൾ കണ്ണുകൾ തുറന്നു. മെല്ലെ തല ചുരിച്ചു നോക്കിയതും കണ്ടു പ്രണയത്തോടെ തന്നെ നോക്കി പതിവ് കുസൃതിച്ചിരിയോടെ നിൽക്കുന്ന നന്ദനെ. അവളുടെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞത് അവൻ്റെ താടിരോമങ്ങൾക്കിടയിൽ ചെറുതായി രൂപപ്പെട്ട ഗർത്തത്തിലായിരുന്നു. തന്നെ ഒരുപാട് കൊതിപ്പിച്ച ഇടം. അവളുടെ ചുണ്ടിലും നേരത്തെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. മുഹൂർത്തം ആകാറായി. പൂജിച്ച് താലിയുമായി വന്ന തിരുമേനി പറഞ്ഞപ്പോഴാണ് അവളുടെ കണ്ണുകൾ അവനിൽ നിന്ന് മാറിയത്. ഹൃദയമിടിപ്പ് പതിവിലും ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. നന്ദൻ താലത്തിലെ താമര ഇതളുകൾക്കിടയിൽ നിന്നും താലിയെടുത്തു. അതൊന്ന് അകത്തിപ്പിടിച്ചുകൊണ്ട് അതിനിടയിലൂടെ മണിയെ ഒന്ന് നോക്കി. അവൾ പിടപ്പോടെ കണ്ണുകൾ അവനിൽ നിന്നും മാറ്റി. അവനെ നോക്കാൻ കഴിയാതെ നാണത്തോടെ തല താഴ്ത്തി നിൽക്കുമ്പോഴും ആ താലി സ്വീകരിക്കാൻ എന്ന പോലെ കണ്ണുകൾ ഇറുക്കെ ചിമ്മിയിരുന്നു. അത് കണ്ട് അവൻ്റെ ചുടികളിലും പുഞ്ചിരി തെളിഞ്ഞു. അവനൊരു നിമിഷം ഗൗതമിനെ നോക്കി. ഗൗതമിൻ്റെ കണ്ണുകൾ പാതി നിറഞ്ഞിരുന്നു. എങ്കിലും ചിരിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കെട്ടാൻ പറഞ്ഞതും നന്ദൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ തൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. മൂന്നാമത്തെ കെട്ട് മുറുകെ കെട്ടുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ എന്തെങ്കിലും പറയുമ്പോൾ മുഖവും കൂർപ്പിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ആ കുറുമ്പ് നിറഞ്ഞ മണിയുടെ. മണി കണ്ണുകൾ ഇറുക്കെ അടച്ച് പ്രാർത്ഥനയിലായിരുന്നു. ഈ സന്തോഷം ഒരിക്കലും തന്നിൽ നിന്നും തട്ടിയെടുക്കല്ലേ എന്ന്. അവരുടെ മേൽ പുഷ്പം വർഷിക്കുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. സീമന്തരേഖയിൽ തൻ്റെ പ്രണയ ചുവപ്പ് പടർത്തി അവരവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കി. ഒരുപാട് പ്രണയത്തോടെ അവിടം ചെറു ചുംബനം കൂടി നൽകി അവൻ മാറി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ സന്തോഷത്തിനിടയിലും നിറഞ്ഞിരുന്നു. നിങ്ങളെന്തിനാ മനുഷ്യ കരയുന്നേ?
കുറച്ചു മാറി നിൽക്കുന്ന ഗൗതമിനെ തട്ടി വിളിച്ചുകൊണ്ട് പാറു ചോദിച്ചപ്പോഴാണ് അവന് പോലും തൻ്റെ കണ്ണുകൾ ചതിച്ചുവെന്ന് മനസ്സിലായത്. അവനൊരു വെപ്രാളത്തോടെ കണ്ണുകൾ തുടച്ചു. ആര് അറിഞ്ഞു? പോടി അവിടുന്ന്. അവൻ പതർച്ചയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പാറു ഒന്ന് അമർത്തി മൂളി. ആദ്യം ആ കണ്ണ് നല്ലപോലെ ഒന്ന് തുടക്കി, എന്നിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് വരും. അവൾക്കറിയാമായിരുന്നു അവൻ്റെ ഉള്ളിലുള്ള പിടച്ചിൽ. പക്ഷെ അവനെ സമാധാനിപ്പിക്കാൻ നിന്നാൽ ആദ്യം താൻ തന്നെയാകും കരയുക എന്നറിഞ്ഞുകൊണ്ട് പാറു ട്യൂൺ മാറ്റി. ഗൗതം പിന്നെയും പിന്നെയും കണ്ണുകൾ തുടച്ചു. എന്നിട്ട് പാറുവിനെ നോക്കി ഒന്ന് ചമ്മി ചിരിച്ചു. പാറുവിനും ചിരി പൊട്ടി. എന്താ എൻ്റെ ഏട്ടാ? അവളൊരു ചിരിയോടെ ചോദിച്ചതും അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എനിക്കൊരു അനിയത്തിയേ ഉള്ളൂ പാറു, അപ്പോൾ ഒരു കുഞ്ഞു വിഷമം, അത്രേ ഉള്ളൂ. അവനൊന്ന് കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അവസ്ഥ. തൻ്റെ കല്യാണ ദിവസം തൻ്റെ ഏട്ടൻ്റെ മുഖത്ത് കണ്ട അതേ ഭാവം. ഗൗതം മെല്ലെ മുഖം തിരിച്ച് മണിയെ നോക്കിയപ്പോൾ അവളും നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കും പോലെ കാണിച്ചതും നിറഞ്ഞ കണ്ണുകൾ പുറത്തേക്ക് ഒഴുകുമ്പോഴും മണിയും ചിരിച്ചുപോയി. രണ്ടിനെയും നോക്ക്. പാറു സ്റ്റേജിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഗൗതം അപ്പോഴാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമായി രണ്ടും ഒരുപോലെ മടുത്ത് നിൽക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഫോട്ടോഗ്രാഫറെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. മിക്കവാറും നിൻ്റെ ഏട്ടനും അങ്ങനെ തല്ലാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗൗതം ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മണി ഇടയ്ക്കിടെ ഗൗതമിനെ നോക്കുന്നുണ്ടായിരുന്നു. ഗൗതം അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. മണി, മിക്കവാറും ഇവനെ ഞാൻ കയറി അടിക്കും. ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറെ നോക്കി ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞതും മണിയും ഉണ്ടാക്കി ഒന്നിളിച്ച്. നന്ദന് മുന്നേ അവൻ്റെ പല്ലെൻ്റെ കയ്യിലെത്തി. എന്ത് പ്രഹസനമാണ്. മണിയും പിറുപിറുത്തു. മതി. അവസാനം സഹികെട്ട് നന്ദൻ തന്നെ പറയേണ്ടി വന്നു. ലാസ്റ്റ് ഒന്നുകൂടെ ചേട്ടൻ ചേച്ചിയുടെ കവളി പിടിച്ചൊന്ന് ഉമ്മ വെച്ചാൽ മതി, അതോടെ നമുക്ക് നിർത്താം പ്ലീസ് ചേട്ടാ, അത് നല്ലൊരു പിക്കായിരിക്കും. അതൊന്നും ശരിയാകത്തില്ല, നന്ദൻ എതിർത്തു. സംഭവം പ്രേമിച്ചുള്ള കല്യാണമാണ്. ഇതിനു മുന്നേ ഒരുപാട് ഉമ്മയും ബാപ്പയും എല്ലാം കൊടുത്തും കിട്ടിയും ബോധിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ആളുകൾ നോക്കി നിൽക്കുമ്പോൾ നന്ദനൊരു മടി. അങ്ങനെ പറയല്ലേ, ഒറ്റ ഒന്ന്, ഞങ്ങൾക്കത് കറക്റ്റായി എടുത്തോളാം പ്ലീസ് ചേട്ടാ. ക്യാമറമാൻ കെഞ്ചുകയാണ്. നന്ദനാണെങ്കിൽ ഒരു നടക്കി അടുക്കുന്നില്ല. മണിക്കാണെങ്കിൽ ഒരു ഉമ്മയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഇറങ്ങിയാൽ മതിയെന്നു. സഹികെട്ട് അവസാനം മണി തന്നെ കൊടുത്തു നന്ദനൊരു ഉമ്മ. നന്ദനാകെ ഞെട്ടി പണ്ടാറങ്ങിപ്പോയി. അത് കറക്റ്റായി തന്നെ ക്യാമറ ഒപ്പിയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് പോകാലോ? മണി ചോദിച്ചതും എല്ലാവരും ചിരിയോടെ ഒന്ന് തലയാട്ടിയതും യാതൊരു ചമ്മലോ കൂസലോ കൂടാതെ അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. നന്ദൻ ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഗൗതമിനെ ഒന്ന് നോക്കി. കണ്ണുകൊണ്ട് എന്താടാ ഇത് എന്ന് കാണിച്ചതും ഗൗതം ഈ നാട്ടുകാരനെയല്ല എന്ന മട്ടേ ഒറ്റ മുതലായിരുന്നു. 3 കൂട്ടം പായസം അടങ്ങുന്ന ഗംഭീരമായ ഒരു സദ്യ തന്നെയായിരുന്നു. അത് കിട്ടിയതോടെ പാറുവിനും സന്തോഷം. മണിക്ക് എന്തോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഒന്നാമതേ ഏട്ടൻ എന്നൊരു ചിന്ത അവളെ അലട്ടി. പെങ്ങളുടെ കല്യാണത്തിനും കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുന്നവരാണല്ലോ ഓരോ ഏട്ടന്മാരും. വിച്ചു, അവിയൽ അങ്ങോട്ട് കൊടുത്തേ. എവിടെ നിന്നോ ഗൗതമിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വിച്ചു അവിയൽ പാത്രവുമായി അവളുടെ അരികിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വന്നു. ആളിന്ന് എന്തോ സന്തോഷത്തിലാണ്. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും അവൻ മറന്നില്ല. ഇതെന്താടോ തൊട്ടടുത്തിരിക്കുന്ന ആൾ കഴിക്കുന്നില്ലല്ലോ? നന്ദനോടായിരുന്നു അവൻ്റെ ചോദ്യം. നന്ദൻ ഒരു നിമിഷം അവളെ നോക്കിയ ശേഷം അവനോട് ചോദിച്ചു. അതങ്ങനെയാ, കൊത്തിപ്പെറുക്കിയിരിക്കത്തേ ഉള്ളൂ, തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിപ്പിച്ചോളാം. അവൻ അവളെ നോക്കിക്കൊണ്ടായിരുന്നു ഉത്തരം നൽകിയത്. മണി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. നന്ദൻ ചിരിക്കുകയായിരുന്നു. വിച്ചുവും ഒന്ന് ചിരിച്ചുകൊണ്ട് വേറെ ആളുടെ അടുത്തേക്ക് നീങ്ങി. കൊത്തിയിരിക്കാതെ കഴിക്കടി ചീമക്കൊന്നെ. അവൻ പറഞ്ഞതും അവൾ വീണ്ടും ചുണ്ടു കുറിപ്പിച്ചു വെച്ചു. അവൻ എന്തോ ആലോചിച്ച് ചിരിയോടെ ഒരു പിടി ചോറ് കുഴിച്ച് ഉരുളയാക്കി അവൾക്ക് മുന്നിലേക്ക് നീട്ടി. അവൻ്റെ ഓർമ്മയിൽ എപ്പോഴും അവൻ പറഞ്ഞ ഒരു വാക്ക് നിറഞ്ഞു നിന്നു. കല്യാണത്തിന് എൻ്റെ ഇലയിൽ ഒരു പിടി ചോറ് നിനക്കാണെന്ന വാക്ക്. അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി ഉടലെടുത്തു. അവളത് വായിലേക്കാക്കുമ്പോൾ അതിന് പതിവിലേറെ രുചിയുള്ളതായി അവൾക്ക് തോന്നി. ഇനി അതിൻ്റെ ഒരു കുറവ് എൻ്റെ കുട്ടിക്ക് വേണ്ട, അവൻ ചിരിയോടെ പറഞ്ഞു. അവളുടെ ചുണ്ടിലും അതേ പുഞ്ചിരി നിറഞ്ഞു. അതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്താൽ തിളങ്ങുന്ന 2 കണ്ണുകളുണ്ടായിരുന്നു. ഒരേട്ടൻ്റെ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ.